ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഹോം ടിപ്സ് തരുവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലത്തെ ആഘോഷം പ്രകാശം, പടക്കം, മധുരം, നിറയെ ഫാമിലി ടൈം. യെസ്, നമ്മൾ ദീപാവലി അടിപൊളിയാക്കി. ഈ ഒരു വീഡിയോ എൻ്റെ വീട്ടിലെ ദീപാവലി സ്പെഷ്യൽ വ്ളോഗാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആഘോഷം? കമൻറ്റ് ബോക്സ് നിറയട്ടെ. നിങ്ങളുടെ കഥകൾ കേൾക്കാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ പ്രസ് ചെയ്തിരിക്കുക. ലെറ്റ്സ് ഗോ. അപ്പോൾ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് പുലർച്ചെയാണ്. ഒരു ഫെസ്റ്റിവൽ വൈബ് കിട്ടണമെങ്കിൽ അതിൻ്റേതായ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ? ആദ്യം കുട്ടികളെ എണ്ണ തേച്ച് ഒരു കുളി. ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പാരമ്പര്യമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ഈ ഫെസ്റ്റിവൽ ദിവസം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കുളിച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടും ഹാപ്പി. പിന്നെ നേരെ അടുക്കളയിലേക്ക്. ആഘോഷമൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം വേണ്ടേ? ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും. കേരളീയർക്ക് ഇതിനോളം പ്രിയപ്പെട്ടൊരു ഭക്ഷണം വേറെയുണ്ടോ? ചൂടുള്ള പുട്ടും നല്ല എരിവുള്ള കടലക്കറിയും. അതിലൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ കോമ്പിനേഷൻ ഇഷ്ടമാണോ? വെറുതെ വിളക്ക് കത്തിക്കുന്നതിലും പടക്കം പൊട്ടിക്കുന്നതിലും അപ്പുറം ദീപാവലിക്ക് ഒരു വലിയ ഉത്സവം പ്രകാശോത്സവം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അതിൻ്റെ ഐതിഹ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം. ഇരുട്ടുമാറി വെളിച്ചം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ വിളക്കുകൾ. രാമൻ തിരിച്ചു വന്ന കഥയായാലും നരകാസുര വധമായാലും എല്ലാം ഈ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. ഈ ദീപാവലി ദിവസം നിങ്ങളുടെ മനസ്സിലും വീട്ടിലും നിറയെ പോസിറ്റീവ് എനർജി നിറയട്ടെ. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യം മുറ്റമയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ എൻ്റെ ക്രിയേറ്റിവിറ്റി പുറത്തെടുത്തു. കളർഫുൾ രംഗോലി. വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് മുറ്റത്ത് ഞാനൊരു അടിപൊളി രംഗോലി വരച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. രംഗോലി കഴിഞ്ഞപ്പോൾ അടുത്ത ചടങ്ങ് വിളക്കൊരുക്കൽ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാർത്തിക വിളക്കുകളെല്ലാം തുടച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയിട്ട് റെഡിയാക്കി. സന്ധ്യ ആയതോടെ ഓരോന്നായി കത്തിച്ചു തുടങ്ങി. വീടിൻ്റെ പടിയിലും മുറ്റത്തും എല്ലാം വിളക്കുകൾ വെച്ചപ്പോൾ നമ്മുടെ വീട് ഒരു സ്വർഗം പോലെ തിളങ്ങി. ആ കാഴ്ച ഫുൾ പോസിറ്റീവ് വൈബ്സ്. വെളിച്ചം വന്നാൽ പിന്നെ എന്ത് വേണം? പടക്കം. എൻ്റെ കുട്ടികൾ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് സേഫായ പൂത്തിരികളും മാലപ്പടക്കങ്ങളുമാണ് എടുത്തത്. തെരുവ് മുഴുവൻ ആഘോഷത്തിൻ്റെ ശബ്ദമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. നമ്മൾ ഈ ആഘോഷവേളയിൽ പടക്കം എന്തിനാണ് പൊട്ടിക്കുന്നത്? ഈ പടക്കം പൊട്ടിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്കറിയാമോ? പണ്ട് നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചപ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ആളുകൾ പടക്കം പൊട്ടിച്ച് ആർപ്പ് വിളിച്ചത് എന്നാണ് ഒരു വിശ്വാസം. ആ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും വലിയ ശബ്ദമാണ് ഈ പടക്കങ്ങൾ. അതുപോലെ പടക്കത്തിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജിയെയും ദുഷ്ടശക്തിയെയും അകറ്റുമെന്നും ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പടക്കം വളരെ ശ്രദ്ധയോടെയും പരിസ്ഥിതി സൗഹൃദപരമായും മാത്രമേ ഉപയോഗിക്കൂ. ശബ്ദത്തേക്കാൾ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള പൂത്തിരികളും മത്താപ്പുകളും ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. ഈ ദീപാവലി ദിവസം നിങ്ങളുടെ വീട്ടിലും മനസ്സിലും നിറയെ പോസിറ്റീവ് എനർജി നിറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, തെരുവിലെ ഏകദേശം എല്ലാ വീടുകളിലും വിളക്കുകൾ തെളിഞ്ഞു, പടക്കം പൊട്ടിച്ചു. ആ ഒരു അന്തരീക്ഷം അതൊരു ഉത്സവാന്തരീക്ഷം തന്നെയായിരുന്നു. ആദ്യം പൂത്തിരികളുടെയും മത്താപ്പുകളുടെയും പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൻ്റെ മാജിക് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ എൻ്റെ ഭർത്താവ് ആഘോഷത്തിന് കൊഴുപ്പേകാൻ ചെറിയ ശബ്ദമുള്ള കുറച്ച് പടക്കങ്ങൾ പൊട്ടിച്ചു. പടക്കങ്ങൾ പൊട്ടുമ്പോൾ കേൾക്കുന്ന ആ ദും ശബ്ദം ഒരു നിമിഷത്തേക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പറത്തിക്കളയുന്നത് പോലെ തോന്നും. അത് ആഘോഷത്തിൻ്റെ മൂഡ് അങ്ങോട്ട് ടോപ്പ് ഗിയറാക്കി. വിളക്കുകൾ തെളിഞ്ഞു, പടക്കങ്ങൾ പൊട്ടി. വയറും മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഈ ആഘോഷത്തിൻ്റെ നിറപ്പകിട്ടുകൾക്കിടയിലും എൻ്റെ മനസ്സിലൊരു മിസ്സിങ് ഫീൽ ഉണ്ടായിരുന്നു. ആരെയാണെന്നോ? എൻ്റെ സ്വന്തം അമ്മയെ. ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ അമ്മയുടെ സാമീപ്യമില്ലാതെ എന്താഘോഷം? എൻ്റെ വീടായതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ വീടും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. വിളിച്ചാൽ അവർ വീട്ടിലെത്തിയാൽ ആ സർപ്രൈസ് നഷ്ടമാകും. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തു. ദീപാവലി ദിനത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് വിസിറ്റ്. പോകുന്ന വഴിക്ക് മധുരമില്ലാതെ എങ്ങനെ ദീപാവലി? എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പെഷ്യൽ സ്വീറ്റ്സ് വാങ്ങാൻ ഞങ്ങൾ ഒരു കടയിൽ നിർത്തി. ഈ മധുരം അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആ സന്തോഷം, അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഒരു ബോക്സ് നിറയെ സ്നേഹം, അതാണ് ഈ സ്വീറ്റ് ബോക്സ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വാതിൽക്കൽ ചെന്ന് വിളിച്ചപ്പോൾ ആ സർപ്രൈസ് മൊമെൻറ്റ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ അമ്മയുടെയും അനിയൻ്റെ ഭാര്യയുടെയും മുഖത്തെ സന്തോഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇതാണ് ദീപാവലി. വെളിച്ചം പുറത്തു മാത്രമല്ല, ഹൃദയത്തിലും വേണം.
പിന്നെ കുറച്ചു നേരം എൻ്റെ അനിയൻ്റെ കുട്ടികളോടൊപ്പം കളിച്ചു. കുട്ടികൾ പരസ്പരം കളിച്ചു തിമിർത്തു, മധുരം പങ്കുവെച്ചും ചിരിച്ചും വിശേഷങ്ങൾ പറഞ്ഞുമിരുന്ന ആ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ദീപാവലി സമ്മാനങ്ങളായിരുന്നു അവ. ഈ സ്നേഹബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളക്കുകൾ. മനസ്സും ആത്മാവും നിറച്ച് സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.